So hi guys, welcome back to KSP Gaming World. ലെറ്റ്സ് പ്ലേ സീരീസുമായി വന്നിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം. ഇതാണ് ഞാൻ ഫാർമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം ഇന്ന് വിളവെടുക്കണം എന്ന് വിചാരിച്ചു. അതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ട്രേഡിംഗ് ഹാള് പണിയാനാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം. കാണാൻ വലിയ ആൾക്കാരും കുറവായിരുന്നു. പിന്നെ ഗായ്സ് 50 സബ്സ്ക്രൈബേഴ്സ് ആകും വെറും 4 പേരും കൂടെ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം 4 പേരെന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ആണ്. എന്നാലും നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കാണുന്ന കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ ഇത്രയും ഡയമണ്ട് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേവിനകത്ത് പോയിട്ട് സാധാരണ മൈൻഡ് ചെയ്തപ്പോൾ കേവിനകത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ആ കേവിൽ ഇപ്പോൾ ഇറങ്ങുന്നില്ല. എനിക്ക് ചെറിയൊരു പണിയുണ്ട്. ഒരു ട്രേഡിംഗ് ഹാള് പണിയണമെന്നുണ്ട്. ട്രേഡിംഗ് ഹാൾ എന്തിനാന്ന് വെച്ചാൽ ഫോർച്യൂൺ 3 പിക്കൊക്കെ ആക്കിയാൽ ഈ കിട്ടുന്നതിൻ്റെ കൂടുതൽ കിട്ടുമല്ലോ. അതും പെട്ടെന്ന് ആർമറും ടൂളിലേക്ക് ആവാൻ സഹായിക്കും. പെട്ടെന്ന് തന്നെ ആവും അത്. അതിനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് ഹാൾ പണിയാനാണ് ഇന്നത്തെ പരിപാടി. അതിന് മുമ്പ് ട്രേഡിംഗ് ഹാളിനപ്പോൾ ലഗ്ടേണൊക്കെ എന്താക്കുമെന്നറിയില്ല. എൻ്റെ പട്ടിയില്ലേ വോൾഫുണ്ടായിരുന്നു. അതെ, പൂച്ചയുണ്ട്, ക്യാറ്റ് ഉണ്ട്. ഇവർക്ക് രണ്ടാക്കും നിങ്ങൾ പേര് ഞാൻ സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. അല്ല, വ്യൂസ് കുറവായിരുന്നു. അതുകൊണ്ടാണ്. കാണുന്ന ആൾക്കാർ മാക്സിമം കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽപ്ഫുള്ളാകും. ചെറുതായിട്ട് നാക്ക് വഴുന്നുണ്ട് ഗൈസ്. ഉറക്കം ശരിയായില്ല ഇന്നലെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിതൊന്ന് ഫാർം ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ചെറുതായിട്ട് ട്രൈ ചെയ്യുക. ഒരു കിടിലെഡിറ്റ് ഗൈസ് ട്രൈ ആക്കിയിട്ടുണ്ട്. സാപ്ലിങ് സീഡ് മൊത്തം ഇല്ല. അത് മൊത്തം നടാണ്ട് സാപ്ലിങ് കയ്യിലില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടം വരെ ട്രേഡിംഗ് ഹാള് പണിതിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പണിതിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ്, യൂട്യൂബിൽ ഇടുന്നതിന് മുമ്പ് ഞാൻ ഇത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്യാവശ്യം അറിയായിരുന്നു. പക്ഷെ എല്ലാം മറന്നു. ഞാൻ കുറേ നാളായി ഈ സാധനം കളിച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ ഡീപ്പ് ഫ്ലൈറ്റ് എത്തുന്നതിന് കുറച്ച് മുകളിൽ. ഡീപ്പ് ഫ്ലൈറ്റ് എത്തുന്നത് 8ാമത്തെ വൈ ലെവലുണ്ട്. കറക്റ്റ് 7ാമത്തെ ലെവലിൽ. അപ്പം ഇവിടുന്ന് ഒരു 3 ബ്ലോക്ക് മാറി 10 ചെറിയൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ബ്രീഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി ഈ ബ്ലോക്ക് പൊട്ടിച്ച് കൊണ്ടുവരും. ഈ സ്റ്റെയർ പൊട്ടിച്ച് സീനാണ്. നമുക്ക് ആദ്യം അവിടെ ഒരു വലിയൊരു കുഴി അത്ര വില്ലേജേഴ്സ് ഉണ്ട്. ഇപ്പം തന്നെ എല്ലാവരെയും നമ്മുടെ എൻചാൻറ്റിങ് ബുക്ക് ഒന്നും ആക്കാൻ പറ്റൂല. കുറേ പ്രശ്നം. ഷുഗർ കെയിനും ഉണ്ട്. ഷുഗർ കെയിൻ ബുക്കാക്കുന്നതിന് എല്ലാം മറന്നു എന്ന് ചെയ്യാം. ഗെയിം കളിച്ചിട്ട് ഇങ്ങോട്ട് റെസ്റ്റോണൊക്കെ കുറേ കിട്ടി. ഞാൻ പിന്നെ മൈനിങ്ങിന് പോയപ്പോൾ എൻ്റെ നോക്കുക. മോസ്റ്റ് ഡിപ്ലേറ്റ് കോബിൾ സ്റ്റോൺ തീരെയില്ല.
കോബിൾ സ്റ്റോൺ 1 2 3 4 5 സ്റ്റാക്ക്. ബാക്കി എല്ലാം കോബിൾഡ് ഡീപ് സ്ലൈറ്റ് ആയി. അത്രയും മൈൻഡ് ചെയ്തുകൊണ്ട് ഫുള്ള് കോബിൾഡ് ഡീപ് സ്ലൈറ്റ്. ഇതൊന്ന് എടുത്ത് നോക്കട്ടെ. ആദ്യം നമുക്ക് മറ്റേ ടൂൾസ്മിത്തിന് ആർമർ എന്തൊക്കെയോ പറയും. നമ്മുടെ അയൺ കൊടുത്ത് കണ്ടത് 1.5 സ്റ്റാക്ക് അയൺ ബ്ലോക്ക് ഉണ്ട്. നമ്മുടെ അയൺ ഫാർം കിട്ടിലായിട്ട് വർക്ക് ആവുന്നുണ്ട്. മീൻ 2 മീനുണ്ട്. സാൽമൺ എന്തൊക്കെയാണ് ഫീഡ് ഹാർട്ട് വന്ന് നിങ്ങൾ തമ്മിൽ ബ്രീഡ് ആവും. നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. ആദ്യം ഞാൻ പിക്കാക്കാനാണ് കൈസ് വന്നത്. നമുക്കൊരു ഡയമണ്ട് പിക്ക് ഒന്ന് ആക്കിയേക്കാം. വേഗം മൈൻ ചെയ്യണ്ട. 1 2 3 നമുക്ക്. എന്നിട്ട് ഇത് പൊട്ടിക്കണ്ട. നമ്മുടെ ആദ്യത്തെ പിക്കല്ലേ, പൊട്ടിക്കുന്നില്ല. ഒരു മുക്കാലോളം ഒരു ബിൽഡ് ആയി കഴിയും. പ്രതീക്ഷിച്ച അത്ര ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. ഇതൊക്കെ പറയണം. നമ്മളൊരു ഡയമണ്ട് പിക്ക് ഗൈസ്. അങ്ങനെ നമ്മുടെ വേൾഡിലെ ആദ്യത്തെ ഡയമണ്ട് പിക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ്. കണ്ട ഡയമണ്ട് പിക്ക്. അപ്പം ഡയമണ്ട് പിക്കിൻ്റെ പവറേ കുറച്ച് ഇതിനാണ് തൊട്ടാ മീൻ അങ്ങനെ 11 ബ്ലോക്ക് ആണ്. 11. ഇനി ഇവിടുന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഇത് മതിയേ. ഇവിടെ ഒരു എൻട്രൻസ് ആക്കണം. അറിയുന്നില്ല. ഇനി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ഇങ്ങോട്ട് കൊണ്ടില്ല. അയ്യോ, ആ സ്റ്റോൺ കട്ടറും കൂടെ നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് നോക്കാം. ഇനി ഓക്കെ. ഇനി ഇതിൽ നമുക്ക് പോളിഷ്ഡ് ഡീപ് സ്ലൈറ്റ് ടൈലാക്കാൻ പറ്റില്ല. ടൈലാക്കാൻ പറ്റണം. പോളിഷ്ഡ് ബ്രിക്ക് പോളിഷ്ഡ് വന്നാൽ മതിയല്ലേ. ഇനി പോളിഷ്ഡ് ഇതിൻ്റെ സ്ലാബ് മതി. ഇനി ഇവിടെ മൊത്തം ഇങ്ങനെ നിരത്തി നോക്കണം.
ഇതാണ് സെറ്റർ. ഒരു ബ്ലോക്ക് ഒന്ന് മാർക്ക് അല്ലേ. ഈ കൺട്രോളർ മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒറ്റൊരു സാധനം ഈ താഴത്തെ നമ്മുടെ ഇൻവെൻട്രി ഇതില്ലേ അത് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കും ഞാൻ. കാരണം കുറേ ഞെക്കണം. മറ്റേതിലാണ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞെക്കുക എവിടെയാണെങ്കിലും ഇങ്ങനെ ഒറ്റയടിക്ക് എടുക്കുക. അത് പറ്റില്ല. ഇങ്ങനെ 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 എടുക്കുക. ഇത് മാത്രമേ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു കുഴപ്പമില്ല. എല്ലാ പക്ക കിട്ടിലുമാണിത്. മണ്ടയ്ക്ക് സ്ട്രിപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇവിടെ ഓക്കെ. ഇത്രയും ബ്ലോക്ക് ഹൈറ്റ് വേണ്ട. കാര്യം ഇത്രയും ബ്ലോക്ക് ഹൈറ്റ് വേണ്ട, എന്തോ പോലെയാണ്. അതുകൊണ്ട് കാര്യം ചെയ്യാം, ഓരോ ബ്ലോക്ക് വീതം മറ്റേ ഇത് വെക്കാം. നമ്മുടെ ഈ മോഡൽ ഇതൊരു സ്റ്റാക്ക് ഉണ്ടാക്കി ഇങ്ങോട്ട് വെച്ചിട്ട് ഇനിയും നോക്കട്ടെ. ഇനിയും അല്ല, ഇതിവിടെയല്ല തന്നെ മതി. ഇവിടെ നമ്മുടെ ഇത് വരും. ഏതാ മറ്റേ വർക്ക് സ്റ്റേഷൻ ആ സാധനം വരും. ഇവിടെ നമ്മുടെ വില്ലേജർ നിൽക്കും. എനിക്കൊരു പ്ലാൻ കിട്ടുന്നില്ല. ഞാൻ ക്രിയേറ്റീവിലാക്കി വെക്കേണ്ടതായിരുന്നു. ബിൽഡ് ചെയ്ത് നോക്കാം. ഇപ്പം തൽക്കാലം ഉണ്ട്. ഇങ്ങനെ വന്ന് ഇല്ല ഗൈസ്, ഇവിടെ വെക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു ബ്ലോക്ക് ഉള്ളിലോട്ട് വെക്കാം. എന്നിട്ട് അത് നല്ലൊരു ഐഡിയ. ഇങ്ങനെ വന്ന് ഇവിടെ അടിയിൽ നമുക്ക് പിന്നെ അത് വെക്കാം. ഇതൊരു നല്ലൊരു തീരുമാനമാണ്. ഇവിടെ ട്രാപ്പ് ഡോർ വരും. ഇവിടെ സ്റ്റെയർ, ഇവിടെ സ്റ്റെയർ വരും. ഒരു 2 ബ്ലോക്ക് ഉള്ളിലോട്ട് കുഴിച്ചിട്ട് ഇവിടെ വില്ലേജർ വരും. ഇതാണ് കറക്റ്റ്. ഇതാണ് കറക്റ്റ്. അപ്പം ഞാൻ ഈ ഡീപ് ലൈറ്റ് എല്ലാം നോക്കട്ടെ. കുറച്ച് ഇതൊരു കുറച്ച് നോക്കട്ടെ. അത് കൊണ്ടൊക്കെ കറക്റ്റ് നമ്മൾ പറയണത് ഇങ്ങനെ എടുത്ത് കൊള്ളാം. ഈ ഒരു ഐറ്റം. അപ്പോൾ ഇവിടെയും കൂടെ ബ്ലോക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഞാനിതൊന്ന് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണ്ടേ ഗൈസ്. അങ്ങനെ ഇത് ചെറുതായിട്ടൊന്ന് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് അങ്ങോട്ട് പോകും. ഇനി നമുക്ക് വില്ലേജറെ പിടിച്ചിടാനുള്ള പരിപാടി നോക്കാം. നമ്മുടെ കോർഡിനേഷൻ എന്ന് പറയുന്നത് 193 - 56 അതെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ 193 56.
ഇതുവരെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ. അതിന് മുമ്പ് ഇവന്മാർക്കെല്ലാം ഞാൻ പണി കൊടുത്ത് സെറ്റാക്കിയേക്കാം. ഇവൻ ഓൾറെഡി പണി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, ടിക്ക് കൊടുത്ത എമറാൾഡ് വരും. പിന്നെ അല്ല, പിന്നെ ഇവനുണ്ട്. ഇത്രയും പേര് ഇവിടെ ഓൾറെഡി. ഇതിന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് മറ്റേ ഈ സ്റ്റോൺ കട്ടർ മുകളിലിരിക്കുന്നു, അതിൻ്റെ ഒന്നും. ഇവിടെ ഒരുത്തനുണ്ട്. ഇത് ഫുള്ള് ലാഗ് ഇവിടെ ലാഗ് എടുക്കും. ഇവന്മാർക്ക് പണിയും കൊടുത്ത് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. പിന്നെ അങ്ങോട്ട് എക്സ്പാൻഡും ചെയ്യും. അത് പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ചെയ്തോളാം. മോനോ ഈ തൊള അടയ്ക്കണം. അപ്പോൾ ഗൈസ്, ഇതുവരെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.